ഹലോ, നമസ്കാരം. നിങ്ങള് എപ്പോഴെങ്കിലും ഒരു നല്ല ശീലം തുടങ്ങിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതങ്ങ് നിർത്തിക്കളഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വിഷമിക്കേണ്ട. അതെങ്ങനെ നേരെയാക്കാം? അതിനു പിന്നിലെ സയൻസ് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. റെഡിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഒരു കഥയാണല്ലേ. ജനുവരി 1-ാം തീയതി നമ്മളെല്ലാവരും വലിയ ആവേശത്തിൽ ജിമ്മിലൊക്കെ ചേരും. പക്ഷെ ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും ആവേശം എവിടെ പോയെന്ന് ചോദിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്താ നല്ല ശീലങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ ഇത്ര പാട്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് കറാച്ചിയിൽ നടന്ന ഒരു പഠനത്തിലാണ്. അവിടുത്തെ ആളുകൾക്ക് കൈ കഴുകേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ അറിവുണ്ടായിട്ടും ആരും അത് സ്ഥിരമായിട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് അറിവില്ലായ്മയല്ല, മറിച്ച് സ്ഥിരതയില്ലായ്മയാണ്. അപ്പോ എന്താണ് ഈ ശീലങ്ങളിലെ യഥാർത്ഥ പ്രശ്നം? എന്തിനാണ് നമ്മുടെ തലച്ചോറ് തന്നെ ഈ നല്ല ശീലങ്ങൾക്കെതിരെ ഒരു ഫൈറ്റ് നടത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം വളരെ സിമ്പിളാണ്. നമ്മുടെ തലച്ചോറിന് ഏറ്റവും ഇഷ്ടം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് എന്ത് ചെയ്താലും അതിന്റെ റിസൾട്ട് അപ്പം തന്നെ കിട്ടണം. ഇപ്പോൾ നോക്കൂ, നല്ല ശീലങ്ങളുടെ കാര്യം, അതിന്റെ റിവാർഡ്, അതായത് നല്ല ആരോഗ്യമോ വിജയമോ ഒക്കെ കിട്ടാൻ കുറേ സമയമെടുക്കും. പക്ഷേ അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാട്, ആ എഫർട്ട്, അത് നമ്മൾ ഉടനെ എടുക്കണം. നേരെ മറിച്ച് ഈ മോശം ശീലങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അപ്പം തന്നെ ഒരു സുഖം തരും. പക്ഷേ അതിന്റെ പണി കിട്ടുന്നത് പിന്നീടായിരിക്കും. ഈ ഒരു വ്യത്യാസമാണ്, ഈ ഒരു ടൈമിങ്ങിലെ പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. അപ്പൊ പിന്നെ ഇതിനെന്താണ് ഒരു പരിഹാരം? അതിനുള്ള ഉത്തരമാണ് ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന കിഡിലൻ പുസ്തകത്തിൽ പറയുന്നത്. അതാണ് 4ാമത്തെ നിയമം: മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈങ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ തൃപ്തികരമാക്കുക. ഇതാണ് നമ്മുടെ സ്വഭാവം മാറ്റുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. ഒരു കാര്യം ചെയ്ത ഉടനെ ഒരു റിവാർഡ് കിട്ടിയാൽ നമ്മളത് വീണ്ടും വീണ്ടും ചെയ്യും. നേരെ മറിച്ച് ചെയ്ത ഉടനെ ഒരു പണി കിട്ടിയാലോ, നമ്മളത് ഒഴിവാക്കും. അപ്പോൾ ഒരു നല്ല ശീലം നമുക്ക് നിലനിർത്തണമെങ്കിൽ അത് ചെയ്ത ഉടനെ തന്നെ എന്തോ ഒന്ന് നേടി എന്നൊരു ഫീൽ കിട്ടണം, ഒരു ചെറിയ വിജയത്തിന്റെ ഫീൽ. അപ്പോൾ ഇതാ ആദ്യത്തെ പ്രാക്ടിക്കൽ സ്ട്രാറ്റജി: നിങ്ങളുടെ പുരോഗതിയെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്നൊരു രൂപത്തിലേക്ക് മാറ്റുക. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടൊരു റിവാർഡ് തരും. ഈ ഒരു തന്ത്രം എത്രമാത്രം പവർഫുൾ ആണെന്ന് കാണിക്കാൻ ഒരു കിഡിലൻ ഉദാഹരണമുണ്ട്. ട്രെന്റ് ഡയർ-സ്മിത്ത് എന്നൊരാളുടെ കഥ. വെറും 23 വയസ്സുള്ള ഒരു തുടക്കക്കാരനായ സ്റ്റോക്ക് ബ്രോക്കറായിരുന്നു അദ്ദേഹം. ഇത്ര സിമ്പിളായ ഒരു ഐഡിയ വെച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് അവിശ്വസനീയമായ വിജയം നേടിയതെന്ന് നമുക്ക് നോക്കാം. ഇത് കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, അല്ലേ? പക്ഷേ ഇതിന്റെ സൈക്കോളജി നോക്കൂ. ഓരോ സെയിൽസ് കോൾ കഴിയുമ്പോഴും ഒരു പേപ്പർ ക്ലിപ്പ് എടുത്ത് മറ്റേ ഭരണിയിലേക്ക് ഇടുന്നത്, അത് പുരോഗതിയുടെ ഒരു വിഷ്വൽ പ്രൂഫാണ്. വെറുതെ കോൾ ചെയ്യുന്നതിന് പകരം ഓരോ ക്ലിപ്പ് മാറ്റുമ്പോഴും അദ്ദേഹത്തിന് തോന്നും, യെസ്, ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു എന്ന്. അതൊരു ചെറിയ എന്നാൽ ഭയങ്കര സംതൃപ്തി നൽകുന്നൊരു ഫീലാണ്. അപ്പോ ഈ ചെറിയ ശീലത്തിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്നല്ലേ? സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. വെറും 18 മാസം കൊണ്ട്, അതായത് 1.5 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം നേടിയത് $5 മില്യൺ. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു ചെറിയ തന്ത്രം എത്രത്തോളം പവർഫുൾ ആണെന്ന്. ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് ഇത് മാറ്റിയെടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ എഴുതുന്ന ഓരോ പേജിനും ഒരു ഹെയർ പിൻ ഒരു ബോക്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാം. എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോ സെറ്റ് പുഷപ്പിനും ഒരു ഗോലി മാറ്റിവെക്കാം. ഇനി പണം സേവ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ ലാഭിക്കുന്ന പണം അപ്പോൾ തന്നെ യൂറോപ്പ് ട്രിപ്പ് പോലൊരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റാം. പോയിന്റ് ഇത്രയുള്ളൂ: നിങ്ങളുടെ പുരോഗതി നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ കഴിയണം. ഓക്കേ, ഇനി നമുക്ക് രണ്ടാമത്തെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ളയായി കാണാനുള്ള നമ്മുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ, അതിനെ നമുക്ക് നമ്മുടെ നന്മയ്ക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. അതായത് ഒരു ശീലം നമ്മൾ ചെയ്യാതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ പണി അപ്പോൾ തന്നെ കിട്ടണം, അതും പരസ്യമായിട്ട്. ഇതിനാണ് നമ്മൾ ഹാബിറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാൾ, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ ശീലം മുടക്കിയാൽ അതിനുള്ള വില നമ്മൾ ഉടൻ കൊടുക്കേണ്ടി വരും. ഇതിനൊരു കിടിലൻ ഉദാഹരണമാണ് തോമസ് ഫ്രാങ്ക് എന്ന സംരംഭകന്റേത്. അദ്ദേഹത്തിന് രാവിലെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സിസ്റ്റം ഉണ്ടാക്കി. അദ്ദേഹം കൃത്യസമയത്ത് എഴുന്നേറ്റില്ലെങ്കിൽ ഞാനൊരു മടിയനാണ് എന്ന് പറയുന്ന ഒരു ട്വീറ്റ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പോകും. അതുമാത്രമല്ല, ആ ട്വീറ്റിന് റിപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ ആൾക്ക് അദ്ദേഹം $5 കൊടുക്കുകയും ചെയ്യും. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഈ ഒരു പബ്ലിക് നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം എന്നും കൃത്യസമയത്ത് എഴുന്നേൽക്കും.
ഇനി ഈ സാമൂഹിക കരാറുകളുടെ ശക്തി എത്ര വലുതാണെന്നറിയണോ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സീറ്റ് ബെൽറ്റ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് വളരെ കുറച്ചാളുകൾ മാത്രമേ സീറ്റ് ബെൽറ്റ് ഇടാറുള്ളൂ, ഏകദേശം 14% മാത്രം. എന്നാൽ പിന്നീട് നിയമം വന്നു, ഫൈൻ വന്നു, ഒരു സാമൂഹിക സമ്മർദ്ദമുണ്ടായി. ഇന്ന് നോക്കൂ, ഏകദേശം 88% ആളുകളും സീറ്റ് ബെൽറ്റ് ഇടുന്നു. ഒരു നിയമം കൊണ്ട്, ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് കൊണ്ട് ഒരു രാജ്യത്തിന്റെ ശീലം തന്നെ പൂർണ്ണമായിട്ട് മാറി. ഇനി നമുക്ക് അവസാനത്തെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമത്തിലേക്ക് വരാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. എല്ലാ ദിവസവും കൃത്യമായി ഒരു ശീലം ഫോളോ ചെയ്യാൻ നമുക്കാർക്കും പറ്റില്ല. ചില ദിവസങ്ങളിൽ നമുക്ക് തെറ്റുപറ്റും, അതൊക്കെയാണ്. ആദ്യത്തെ തവണ പറ്റുന്ന ഒരു തെറ്റല്ല നമ്മളെ നശിപ്പിക്കുന്നത്. ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെന്ന് വെച്ച് എല്ലാം നശിച്ചുപോയെന്ന് കരുതരുത്, അതല്ല പ്രശ്നം. പ്രശ്നം വരുന്നത് ആ ഒരു തെറ്റു തുടർച്ചയായ പല തെറ്റുകളുടെ ഒരു തുടക്കമാകുമ്പോഴാണ്. അതുകൊണ്ട് തെറ്റുപറ്റിയാൽ അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു വാചകം മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഒരു തവണ മുടക്കുന്നത് ഒരു ആക്സിഡന്റാണ്, എന്നാൽ 2 തവണ മുടക്കുന്നത് ഒരു പുതിയ ശീലത്തിന്റെ തുടക്കമാണ്. ആലോചിച്ചു നോക്കൂ, എന്തു പവർഫുള്ളായിട്ടുള്ള വാചകമാണത്. അതുകൊണ്ട് ഒരു ദിവസം തെറ്റിയാൽ കുഴപ്പമില്ല, പക്ഷെ പിറ്റേ ദിവസം എന്തു തന്നെ സംഭവിച്ചാലും തിരിച്ച് ട്രാക്കിലേക്ക് വരണം. അതാണ് നിയമം. അപ്പോ ഇനി നിങ്ങളുടെ ഊഴാണ്. ഇന്ന് നിങ്ങൾ ഏത് ശീലമാണ് കുറച്ചുകൂടി തൃപ്തികരമാക്കാൻ പോകുന്നത്? നിങ്ങളുടെ പുരോഗതി കാണാൻ ഒരു പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി പരീക്ഷിക്കുവോ, അതോ ഒരു കൂട്ടുകാരനുമായിട്ട് ഒരു ഹാബിറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുവോ? തീരുമാനം നിങ്ങളുടേതാണ്. ഏതാണെങ്കിലും ഇന്ന് തന്നെ തുടങ്ങുക.